മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ്. ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹർക്ക് സാമ്പത്തിക സഹായം ലഭിക്കാൻ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികൾ ഇടപെട്ടതിന് തെളിവുകൾ പുറത്തുവന്നു. ഓപ്പറേഷൻ CMDRFന്റെ ഭാഗമായി വ്യാപക പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടില്ല. പരിശോധന പൂർത്തിയാവുന്ന മുറയ്ക്ക് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസ് ഒരുങ്ങുന്നത്. മുഴുവൻ അപേക്ഷകളും വിജിലൻസ് പരിശോധിക്കുന്നില്ല. പരിശോധിച്ച് ക്രമക്കേട് കണ്ടെത്തിയവയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങുക. ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമാകും കേസെടുക്കുക. ചില അപേക്ഷകളുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പിലെ ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി നോക്കിയാകും ഇളവ് നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. തട്ടിപ്പാണെന്ന് മനസ്സിലാകാതെ ഏജന്റുമാരുടെ വലയിൽ കുടുങ്ങിയ സാധാരണക്കാരെ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും. അതേസമയം തട്ടിപ്പിൽ സർക്കാരിനെ പഴിക്കുമ്പോഴും അനർഹർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികൾ അപേക്ഷ ഒപ്പിട്ട് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുൻ പ്രവാസിയുടെ കുടുംബത്തിന് ചികിത്സാ സഹായത്തിന് അപേക്ഷ നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണെന്ന് അപേക്ഷകൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ആന്റണി ജോൺ MLA, അടൂർ പ്രകാശ് MP എന്നിവരെല്ലാം അനർഹരുടെ അപേക്ഷയിൽ ഒപ്പിട്ടുവെന്ന് ആരോപണം നേരിടുന്നു. പ്രാദേശികമായി രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനാണ് ജനപ്രതിനിധികൾ യോഗ്യത പോലും നോക്കാതെ ഇത്തരം അപേക്ഷകൾ ഒപ്പിട്ടു നൽകുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.